എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലേസർ ബീം വെൽഡിംഗ് എന്നാണ്. ലേസർ ബീം വെൽഡിംഗ് ഒരു ഫ്യൂഷൻ വെൽഡിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലേസർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ലേസർ എന്ന ടേം എന്ന് പറയുന്നത് ലൈറ്റിനെ സൂചിപ്പിക്കുന്നു. ലൈറ്റ്. എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ബൈ എസ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് ഇ എന്ന് പറയുന്നത് എമിഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് റേഡിയേഷൻ. എന്താണ് ലേസർ എന്ന് പറയുന്നത്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതാണ് ലേസർ എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയുന്നത്. ലേസർ ബീം വെൽഡിങ് നമ്മൾ ചെയ്യുന്നത് ഒരു ലേസർ ബീമിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇവിടെ വെൽഡ് ചെയ്യേണ്ട മെറ്റലിലോട്ട്. അപ്പോൾ ഈ ലേസറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോഹറൻറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ്. അപ്പോൾ എന്താണ് കൊഹറൻറ്റ് അതുപോലെ തന്നെ മോണോക്രോമാറ്റിക് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ കൊഹറൻറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ലേസർ സോഴ്സ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യേണ്ട ജോയിൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എനർജി എന്ത് ചെയ്യാണ്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ച് വെൽഡ് ചെയ്യേണ്ട മെറ്റലിൻ്റെ എഡ്ജസ് എന്ത് ചെയ്യാണ്? ഫ്യൂഷൻ ചെയ്യാണ്. ഫ്യൂഷൻ്റെ ഭാഗമായിട്ട് സോളിഡിഫിക്കേഷൻ എന്താണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ലേസർ ബീം വെൽഡിങ്ങിൽ വെൽഡിങ് ആക്ഷൻ നടക്കുന്നത്. ഇത്തരത്തിലാണ് ലേസർ ബീം വെൽഡിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഒരു ലേസർ സോഴ്സ് വേണം അല്ലേ? പിന്നെ നമ്മൾ പറയുന്നത് ലേസർ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ലേസർ ക്രിസ്റ്റലായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റൂബി ക്രിസ്റ്റലാണ്. എന്താണ്? റൂബി ക്രിസ്റ്റൽ. റൂബി ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡ് Al2O3 വിത്ത് ക്രോമിയം അയോൺ. ഓക്കെ, Al2O3 വിത്ത് ക്രോമിയം അയോൺ. അതാണ് നമ്മൾ റൂബി ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ റൂബി ക്രിസ്റ്റലിലെ ക്രോമിയം അയോൺസ് എക്സൈറ്റ് ചെയ്തിട്ട് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ എനർജിയാണ് നമുക്ക് ലേസർ ബീമായിട്ട് ലഭിക്കുന്നത്. നമുക്ക് ലേസർ ക്രിസ്റ്റലിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ലേസർ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പാണ് അതിനുള്ളത്. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ രണ്ട് എൻഡ് എന്താണ്? പാരലലാണ്. അതുപോലെ തന്നെ ഒരു എൻഡ് പാർഷ്യലി റിഫ്ലക്റ്റിങ്ങും മറ്റൊരെന്താണ്? ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ആക്സിസിന് സെൻട്രൽ പോയിന്റിലൂടെ എന്തുണ്ട്? ഒരു അപ്പർച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അപ്പർച്ചറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മിറർ ഉപയോഗിച്ച് ലൈറ്റ് എനർജി കൺവേർജ് ചെയ്ത് വെൽഡ് ചെയ്യേണ്ട പാർട്ടിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എങ്ങനെയാണ്? ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറാണ്. ഓക്കെ, ഈ ഹീറ്റ് എനർജി നമ്മളുടെ സർഫസ് ഹീറ്റിങ്ങും അതുപോലെ തന്നെ വെൽഡ് ചെയ്യേണ്ട മെറ്റലിൻ്റെ തെർമൽ കണ്ടക്ഷനിലൂടെയും ഹീറ്റ് കണ്ടക്ട് ചെയ്യണം. ഓക്കെ, സർഫസ് ഹീറ്റിങ്ങും അതുപോലെ തന്നെ മെറ്റൽ തെർമൽ കണ്ടക്ഷനും. ഇതുവഴി ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു? നമ്മളുടെ വെൽഡ് ചെയ്യേണ്ട മെറ്റൽ എഡ്ജസിന് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? സോൾഡിഫൈ ചെയ്തിട്ടാണ് റിക്വയർഡ് ജോയിനിങ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ലേസർ ബീം വെൽഡിങ്ങിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞ പോലത്തെ എന്താണ്? റൂബി ക്രിസ്റ്റൽ അല്ലേ? ഇതാണ് റൂബി ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഈ റൂബി ക്രിസ്റ്റലിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? എനർജി സപ്ലൈ ചെയ്യണം. അങ്ങനെ എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിലുള്ള ക്രോമിയം അയോൺസിനെ നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലാഷ് ലാമ്പ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലാഷ് ലാമ്പിലോട്ട് നമ്മൾ പവർ സപ്ലൈ കണക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ,
നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാഷ് ലാംപ്സ് എന്ന് പറയുന്നത് സിനോൺ ഫ്ലാഷ് ലാമ്പ് അല്ലെങ്കിൽ ക്രിപ്റ്റോൺ. ഈ രണ്ട് ഫ്ലാഷ് ലാമ്പാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിനോൺ ഫ്ലാഷ് ലാമ്പിൽ നിന്നോ അല്ലെങ്കിൽ ക്രിപ്റ്റോൺ ഫ്ലാഷ് ലാമ്പിലോ വരുന്ന ലൈറ്റ് എനർജി റൂബി ക്രിസ്റ്റലിലെ ക്രോമിയം അയോൺസിന് എന്ത് ചെയ്യാണ്? എക്സൈറ്റ് ചെയ്യാണ്. ക്രോമിയം അയോൺസ്. ഓക്കെ, എക്സൈറ്റ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഫ്ലാഷ് ലാമ്പിൽ നിന്ന് വരുന്ന ഫോട്ടോൺ ആണ്. ഫോട്ടോൺ. ഈ ഫോട്ടോൺ എന്ത് ചെയ്യുന്നു? ക്രോമിയം അയോൺസിനെ എക്സൈറ്റ് ചെയ്യുന്നു. ഈ എക്സൈറ്റേഷനും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന എനർജിയും എങ്ങനെയാണ് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നോർമലി ഒരു ആറ്റത്തിലോട്ട് നമ്മൾ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു ആറ്റത്തിൽ എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് എനർജി ലെവലിലോട്ട് എന്ത് ചെയ്യും? ജമ്പ് ചെയ്യും. ഇങ്ങനെ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് എനർജി വേണം. ആ എനർജിയാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എനർജി കൊടുത്ത കാരണം എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ലെവലിലോട്ട് എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രോൺ എക്സൈറ്റേഷൻ. ഇതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ലൈറ്റ് എനർജിയിലെ ഫോട്ടോൺ ആണ്. അപ്പോൾ ഫോട്ടോൺ എനർജി എന്ത് ചെയ്യുന്നു? ആറ്റത്തിലെ, ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ക്രോമിയം അയോൺ. ഈ ക്രോമിയം അയോണിൻ്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ എക്സൈറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത എനർജി ലെവലിലോട്ട് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ജമ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമ്മൾ കൊടുക്കുന്ന എനർജി സപ്ലൈക്ക് അനുസരിച്ച് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും. ഓക്കെ, എപ്പോഴും നമ്മൾ ഇലക്ട്രോണിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലിലായിരിക്കും ഇലക്ട്രോണിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ജമ്പ് ചെയ്തിട്ട് ഇലക്ട്രോൺ അതിൻ്റെ ഗ്രൗണ്ട് ലെവലിലോട്ട് തിരിച്ചു വരാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? എനർജി എമിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോൺ എനർജിയാണ്. ഓക്കെ, ഇത്തരത്തിൽ ഫോട്ടോൺ എമിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? തിരിച്ചതിൻ്റെ ഗ്രൗണ്ട് ലെവലിലോട്ട് തന്നെ വരുന്നു. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോൺ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ലേസർ ബീം വെൽഡിങ്ങിൽ സ്റ്റിമുലേറ്റഡ് എന്ന് പറയാൻ കാരണം. സ്റ്റിമുലേറ്റ് ചെയ്യാണ്. കാരണം എന്താണ്? നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫോട്ടോണും ഉണ്ട്, ഗ്രൗണ്ട് ലെവലിലൂടെ ഇലക്ട്രോൺ തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോൺ എനർജി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോട്ടോൺസ് കൂടി കമ്പൈൻ ചെയ്യാണ്. ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ഫോട്ടോൺസിൻ്റെയും ഫേസ് ഡിഫറൻസും അതുപോലെ തന്നെ വേവ് ലെങ്ത്തും. ഓക്കെ, ഫേസ് ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. അതുപോലെ തന്നെ വേവ് ലെങ്ത്തും എന്താണ്? സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോഹറൻറ്റ് മോണോക്രോമാറ്റിക് എന്ന ടേം ഉപയോഗിക്കുന്നത്. ഓക്കെ, കോഹറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ഇല്ല. അതുപോലെ തന്നെ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് ഈക്വലാണ്. ഇത്തരത്തിൽ കോഹറൻറ്റ് മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഫോട്ടോൺ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോമിയം അയോൺസിനെ എക്സൈറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് റൂബി ക്രിസ്റ്റലിൻ്റെ രണ്ട് എൻഡ് എന്താണ്? പാരലൽ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഒരു എൻഡ് ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആണ്, മറ്റെന്താണ്? പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആണ്. അപ്പോൾ എക്സൈറ്റ് ചെയ്യപ്പെടുന്ന ക്രോമിയം അയോൺസ് എന്ത് ചെയ്യുന്നു? ഈ ക്രിസ്റ്റലിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നു. കാരണം റിഫ്ലക്റ്റിംഗ് എൻഡാണ് രണ്ട് ഭാഗത്തുള്ളത്. അപ്പോൾ ഈ റിഫ്ലക്റ്റിംഗ് എൻഡ് കാരണം ക്രോമിയം എക്സൈറ്റഡ് ആയിട്ടുള്ള ക്രോമിയം അയോൺസ് ബാക്കിയുള്ള ക്രോമിയം അയോൺസ് എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ എക്സൈറ്റേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ റെഡ് ഫ്ലൂറസെന്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഡ് ഫ്ലൂറസെന്റ് ലൈറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേസർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ലേസർ ബീം. ഈ ലേസർ ബീം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മിറർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങോട്ട്? നമുക്ക് വെൽഡ് ചെയ്യേണ്ട വർക്ക് പീസിലോട്ട്. അതാണ് ഇവിടെ വെൽഡിങ് ഏരിയ എന്ന് കാണിച്ചത്. അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്യേണ്ട ഏരിയ എവിടെയാണോ ആ ഏരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിറർ ഉപയോഗിച്ചിട്ട് അപ്പർച്ചറിലൂടെ എന്ത് ചെയ്യുന്നു? ലൈറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യാണ്? ആദ്യം ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ലൈറ്റ് എനർജി. ഈ ലൈറ്റ് എനർജി പിന്നെ എന്ത് ചെയ്യാണ്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എനർജി കൺവേർഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക.
ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആവുന്നു. ലൈറ്റ് എനർജി വീണ്ടും എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മെറ്റലിൻ്റെ വെൽഡ് ചെയ്യേണ്ട മെറ്റലിൻ്റെ എഡ്ജസ് എന്ത് ചെയ്യുന്നു? ഫ്യൂഷൻ നടക്കുന്നു. ഓക്കെ, ഫ്യൂഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സോളിഡിഫൈ ചെയ്ത് ജോയിൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കാൻ കാരണം എന്താണ്? സർഫസ് ഹീറ്റിങ്ങും അതുപോലെ എന്താണ്? മെറ്റലിൻ്റെ തെർമൽ കണ്ടക്ഷനും. തെർമൽ കണ്ടക്ഷൻ. ഓക്കെ, നമ്മൾ ലേസർ ബീം വെൽഡിങ്ങിൻ്റെ സെറ്റപ്പ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലേസർ ബീം വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അഡ്വാൻറ്റേജസ്: നാരോ ബീം. ഈ നാരോ ബീം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നോർമലി നമ്മളുടെ വെൽഡിൽ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബീം നാരോ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്തായിരിക്കും? കുറവായിരിക്കും. ഹീറ്റ് എഫക്റ്റഡ് സോണ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിസ്റ്റോർഷൻ ടെൻഡൻസി എന്തായിരിക്കും? കുറവായിരിക്കും, അല്ലെങ്കിൽ മിനിമൈസ്ഡ് ആണ്. എന്താണ്? നാനോ ബീമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഹീറ്റ് എഫക്റ്റഡ് സോൺ വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു അതർ വെൽഡിങ്. സോ ഡിസ്റ്റോർഷൻ ഈസ് മിനിമൈസ്ഡ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹീറ്റ് എഫക്റ്റഡ് സോണ് കുറവാണ്, അല്ലെങ്കിൽ നാരോ ബീമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താവും? ഹീറ്റ് റിക്വയർമെൻ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, മിനിമം ഹീറ്റ് റിക്വയർമെൻറ്റ്. അത് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, മിനിമം ഹീറ്റ് റിക്വയർമെൻറ്റ്. വെൽഡിങ്ങിന് ഹീറ്റ് റിക്വയർമെൻറ്റ് എന്താണ്? ബാക്കിയുള്ള വെൽഡിങ് കമ്പയറുന്ന സമയത്ത് കുറച്ച് മതി. പ്രൊഡ്യൂസേഴ്സ് വെൽഡ് വിത്ത് ഹൈ ക്വാളിറ്റി. ഹൈ ക്വാളിറ്റിയുള്ള വെൽഡാണ് നമുക്ക് നോർമലി ലേസർ ബീം വെൽഡിങ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോഡിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ആ സെറ്റപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇലക്ട്രോഡിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഇലക്ട്രോഡൊന്നും എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ക്യാൻ വെൽഡ് ത്രൂ എയർ. അതായത് എന്താണ്? ഇവിടെ വാക്യൂം റിക്വയർമെൻറ്റ്സ് ഇല്ല. ഓക്കെ, വാക്യൂം റിക്വയർമെൻറ്റ്സ് ഇല്ല. നോ വാക്യൂം ഈസ് റിക്വയർഡ്. ഓക്കെ, നോ വാക്യൂം റിക്വയർഡ്. Then dissimilar metals can be welded. Okay, can be weld small areas. വളരെ സ്മോൾ ഏരിയാസ്, ടിഗും മിഗും വെൽഡിങ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും വെൽഡ് ചെയ്യാൻ പറ്റാത്ത സ്മാൾ ഏരിയാസോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലേസർ ബീം വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് നോക്കുന്ന സമയത്ത് ജോയിൻ മസ്റ്റ് ബി ആക്യുറേറ്റ്ലി പൊസിഷൻഡ്. നമ്മൾ ജോയിൻ ചെയ്യേണ്ട മെറ്റൽസ് എന്തായിരിക്കും? കറക്റ്റായിട്ട് നമ്മൾ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കണം. മാക്സിമം തിക്നെസ് ഓഫ് വെൽഡ് ഇസ് ലിമിറ്റഡ്. ജനറലി ഒരു 90 mm തിക്നെസ് വരെയൊക്കെയാണ് നമുക്ക് ലേസർ ബീം വെച്ച് വെൽഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇനീഷ്യൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കൂടുതലാണ്. പിന്നെ മെറ്റലിൻ്റെ ഫ്യൂഷന് ശേഷം വളരെ റാപ്പിഡായിട്ടാണ് ഇവിടെ കൂളിംഗ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽഡിൽ ക്രാക്കൊക്കെ ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയും കാണാറുണ്ട്. ഓക്കെ, അതാണ് ലേസർ ബീം വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. പിന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് ലേസർ ബീം വെൽഡിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ലേസർ ബീം വെൽഡിങ്ങിൻ്റെ സെറ്റപ്പ്, എങ്ങനെയാണ് ലേസർ ഉപയോഗിച്ച് നമ്മൾ മെറ്റൽസിനെ ജോയിൻ ചെയ്തത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.